ഞാനൊന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. നമുക്ക് ഏറ്റവും ഒടുവിലുള്ള ഒരു മുന്നറിയിപ്പ്, മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് എന്ന് നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് രജീഷ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. രജീഷ്, ഗുഡ് മോർണിംഗ്. അവിടെ തിരുവനന്തപുരത്തും ശക്തമായ മഴയെന്ന് മനസ്സിലാക്കുന്നു. അവിടെ റെയിൻകോട്ട് ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. മഴ മാത്രമല്ല, എങ്ങനെയാണ് മറ്റ് ജില്ലകളിലൊക്കെയുള്ള മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുള്ള വിവരങ്ങൾ? ദിവ്യ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഇപ്പോഴും അവസാനിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴയ്ക്കും ഒപ്പം തന്നെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് മറ്റ് ജില്ലകളിലും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിലൂടെ നൽകുന്നത്. കൃത്യമായ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് 6 ഡാമുകളിലാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മൂഴിയാർ, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി ഡാമുകളാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ മൂഴിയാർ അല്പസമയത്തിനകം തന്നെ തുറക്കും. മറ്റ് 3 ഡാമുകൾ നേരത്തെ തന്നെ തുറന്നിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ രീതിയിൽ മഴ മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ ലഭിക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ ഇന്നലെ രാത്രി പെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ 104.5 മില്ലിമീറ്റർ മഴയാണ് പത്തനംതിട്ടയിൽ പെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇടുക്കിയിലും ശക്തമായ മഴ തുടരുകയാണ്. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിലും മഴ തുടരും എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ രജീഷ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അവിടെ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ അതിശക്തമായ മഴയായിരുന്നു. ഞാൻ അല്പസമയം മുമ്പാണ് പത്തനംതിട്ട എത്തിയത്. ഇവിടെ മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ചെറിയ തോടുകളടക്കം ഇത്തരത്തിൽ വെള്ളം ഉയർന്നു നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരാൾ ചോദിച്ചപ്പോൾ ഇത് കുറഞ്ഞ രീതിയിൽ വെള്ളം ഒഴുകുന്ന തോടുകളാണ്. അതൊക്കെ നിറഞ്ഞു കഴിയുന്ന തരത്തിലേക്ക് വലിയ രീതിയിൽ മഴ തുടരുകയാണ്. ഒപ്പം തന്നെ പല ഈ മേഖലകളിലും ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളതെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ നേരത്തെ നമ്മൾ സംസാരിച്ച സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ പമ്പയാറടക്കം ഈ മൂഴിയാർ തുറക്കുമ്പോൾ പമ്പയാറടക്കം വെള്ളം കയറും. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ MLA യും കളക്ടറും അടക്കമുള്ള ആളുകൾ ഈ റാന്നി ഭാഗത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് പരമാവധി ആളുകളെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ മാറ്റി പാർപ്പിക്കുന്ന നടപടിയിലേക്കാണ് കടന്നിട്ടുള്ളത്. ശക്തമായ മഴ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ റെഡ് അലേർട്ട്, പല സമയങ്ങളിലെ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ തന്നെ പത്തനംതിട്ട ജില്ലയിലുണ്ടായിരുന്നു. ഇപ്പോഴും അത് ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. മഴ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഇടവേളകളിൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ശക്തമായ കാറ്റും ഈ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ വീശുന്നുണ്ട്. മണിക്കൂറിന് 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള മഴയും കാറ്റും തന്നെയാണ് പ്രദേശത്തു നിന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലെ താമസിക്കുന്ന ആളുകളെ പരമാവധി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല നദികളും കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു. രാവിലെ മുതൽ തന്നെ വലിയ രീതിയിൽ മഴയാണ് ഈ പത്തനംതിട്ട ജില്ലയിലൊക്കെ തന്നെ അനുഭവപ്പെടുന്നത്. ദിവ്യ.